ഹലോ മക്കളെ, നിങ്ങളുടെ +1 ഫിസിക്സ് പരീക്ഷയിൽ ഓരോ ചാപ്റ്ററിനും ഏകദേശം എത്ര മാർക്കിനാണ് ചോദ്യം വരിക എന്നുള്ള എൻ്റെ ഒരു കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി വെയിറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവരാണെങ്കിൽ വീഡിയോ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് കാര്യങ്ങളോട് പറയുന്നതായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഇത്രയും വെയിറ്റേജിന് എന്തൊക്കെയായിരിക്കും വരാൻ ചാൻസ് ഉള്ളതെന്നുള്ള കാര്യം കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞു പോവാം. ഓക്കെ, റെഡി? അപ്പോൾ ഓരോരോ ചാപ്റ്ററായിട്ട് നോക്കാം. 2 വർഷത്തെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഡേറ്റ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് 5ഉം 4ഉം, ദാറ്റ് ഈസ് 4 to 5 മാർക്സ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എത്ര കാര്യങ്ങളതിലുള്ളൂ, എന്തൊക്കെ വരും ആ ചാപ്റ്ററിന് ഒന്ന് SI യൂണിറ്റ്സിൻ്റെ കാര്യങ്ങൾ വരും, പ്ലെയിൻ ആംഗിൾ സോളിഡ് ആംഗിൾ അതിൻ്റെ ഡെഫിനിഷൻ വരും, പിന്നെ അതിൻ്റെ യൂണിറ്റും കാര്യങ്ങളും റേഡിയൻ സ്റ്റീറിയഡിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെയുള്ള എന്താണ്, പിന്നെ നമ്മുടെ പ്രിൻസിപ്പൾ ഓഫ് ഹോമോജിനിറ്റി എന്നാണ് സ്റ്റേറ്റ്മെന്റ് വരും. പിന്നെ അതിൻ്റെ 2 ആപ്ലിക്കേഷൻ, മെയിനായി 2 ആപ്ലിക്കേഷൻ ഉള്ളത്, ഒന്ന് ഇക്വേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം പഠിച്ചു വെച്ചാൽ ചാപ്റ്റർ 4-5 മാർക്ക് ഓക്കെയാണ്, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മോഷൻ സ്ട്രേറ്റ് ലൈൻ ആണെങ്കിൽ 3 മാർക്ക് 7 മാർക്കാണ്. അപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് എത്ര മാർക്കിനാണ് വരികയെന്ന്. പക്ഷെ എന്തായാലും 7 മാർക്കിൻ്റെ മുകളിലൊന്നും പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒരു 5 to 6 മാർക്ക് നിങ്ങൾ എക്സ്പെക്ട് ചെയ്താൽ മതി. എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്? മെയിനായിട്ട് വെലോസിറ്റി, സ്പീഡിൻ്റെ അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ന്യൂമറിക്കൽസ്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽസ്, v² = u² + 2as, ആ ഇക്വേഷൻസ് v = u + 80 അത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽസ് അത് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ബോൾ മുകളിലേക്ക് എറിഞ്ഞാൽ എത്ര ടൈം എടുക്കും മുകളിലെത്താൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ഫ്രൈഡേത്തെ ലൈവിൽ വരിക, 3 മണിക്ക് ലൈവിൽ വരിക, കംപ്ലീറ്റ് ന്യൂമറിക്കൽസും കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 20 hours ലൈവ് കണ്ടാൽ മതി. പക്ഷെ അവിടെ എല്ലാ ടൈപ്പിലും കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ന്യൂമറിക്കൽസും കൂടുതലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ 7 hours ലൈവിൽ വരിക. ഓക്കെ, നാളെ നടക്കാൻ പോകുന്നത്, അഥവാ ഫ്രൈഡേ നടക്കാൻ പോകുന്ന 7 hours ലൈവിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ന്യൂമറിക്കൽസും അവിടെ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്. വേറെ എന്തൊക്കെയാണുള്ളത്? ഡെറിവേഷൻ. ഗ്രാഫ് ഉപയോഗിച്ചിട്ടുള്ള 3 ഇക്വേഷൻസിന് ഡെറിവേഷൻ, v = u + 80, s = u + r² v² = u² + 2as ഡെറിവേഷൻ ചോദിക്കും. അതില്ലാതെ എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, റെഡി? പിന്നെ ഉള്ളത് ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് തരും, കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെന്റ്, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടുതൽ നമ്മുടെ 7 hours ലൈവിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചോന്ന് ഉറപ്പ് വരുത്തുക. മനസ്സിലായില്ല? അതിനാണ് വേണ്ടിയാണ് പറയുന്നത്, അല്ലാണ്ട് വെറുതെ ടെസ്റ്റിന് വേണ്ടിയിട്ടല്ല. അത് അവിടെ നിന്നാണ് ഈ 7 മാർക്കും ഈ 3 മാർക്കൊക്കെ വരിക. മോഷണൽ പ്ലെയിനിൽ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. 8 to 10 മാർക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു 9 മാർക്കൊക്കെ എന്തായാലും വരുന്നതായിരിക്കും കേട്ടോ. മോഷൻ പ്ലെയിനിൽ ആദ്യമെല്ലാം ആലോചിച്ച് നോക്കുക, പാരലോഗ്രാം ലോ, ട്രയാങ്കിൾ ലോ, പിന്നെ അതിനുശേഷം നിങ്ങൾ നേരെ വെക്ടേഴ്സിൻ്റെ കുറച്ച് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സിമ്പിൾ 1 മാർക്ക് ചോദ്യമൊക്കെ വരുള്ളൂ. പിന്നെ പ്രൊജക്റ്റൈൽ മോഷനാണ്, വലിയ മാർക്ക് വരാമെന്ന് പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ റേഞ്ച്, ഹൈറ്റ്, ടൈം ഓഫ് ലൈൻ ഡെറിവേഷൻ പഠിക്കണം. അതുകൂടാതെ അതിൻ്റെ ന്യൂമറിക്കലും പഠിക്കണം. അതിനൊരു 3-4 മാർക്ക് മിനിമം, 3-4 മാർക്ക് എന്തായാലും വരും, കാരണം 8 മാർക്ക് അല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ ലാസ്റ്റ് സെക്ഷൻ യൂണിഫോം സർക്കുലർ മോഷനിൽ പോകുകയാണെങ്കിൽ അവിടെയും ഡെറിവേഷൻസ് ഉണ്ട്, ലീനിയർ വെലോസിറ്റി ഡെറിവേഷൻ ഉണ്ട്, അതുപോലെ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഡെറിവേഷൻ ഉണ്ട്, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ അവിടെ നിന്ന് ഒരു ന്യൂമറിക്കലും, ഒരു ടെക്സ്റ്റ് ബുക്കിലെ ന്യൂമറിക്കൽ, ഒരു ആൻഡ് ഇങ്ങനെ ചുറ്റും കറങ്ങുന്നു, ആ ന്യൂമറിക്കൽ വേറെ രീതിയിലേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചെന്തായാലും വെക്കേണ്ടത്. പിന്നെ അല്ലാതെ അവിടെ ഇവിടെയൊക്കെ കുറേ ടോപ്പിക്സ് ഉണ്ടാവും, ഞാൻ എല്ലാം പറയുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ 8 മാർക്ക് ഉറപ്പാണ്. പിന്നെ 2 മാർക്കൊക്കെ എക്സ്ട്രാ അവിടെ നിന്ന് വിടുന്നൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ലോസ് ഓഫ് മോഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ ചാപ്റ്റർ ഒന്നുമല്ല, മോഷണൽ പ്ലെയിനിങ്ങാണ് കുറച്ചുകൂടി വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററാണ്. എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ 3 പഠിക്കുക. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ്, അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഗണ്ണ് ബുള്ളറ്റ് പ്രോബ്ലം, അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്? ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ്റെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനും കൈനറ്റിക് ഫ്രിക്ഷനും പഠിക്കുക. പിന്നെ അവിടെ കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ പഠിക്കുക. അവിടെ നിന്ന് ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ന്യൂമറിക്കൽ കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. അപ്പോൾ ന്യൂമറിക്കലിൻ്റെ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വന്നിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വന്നോളും. അപ്പോൾ അതൊക്കെ നിങ്ങൾ തീർച്ചയായും കാണാം. ന്യൂമറിക്കലിൻ്റെ വീഡിയോസിൽ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ടാവും. ലോസ് ഓഫ് മോഷൻ ന്യൂമറിക്കൽ ഹൈവി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ കാണാം. പിന്നെ അവസാനത്തെ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ സ്ട്രേറ്റ് റോഡിലെ മാക്സിമം സ്റ്റേജ് സ്പീഡിൻ്റെ ഡെറിവേഷൻ, ബാങ്ക്ഡ് റോഡിൻ്റെ ഡെറിവേഷൻ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ആംഗിൾ ഓഫ് റീപോസ്, അതായത് ഒരു ആംഗിൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് എത്ര ആംഗിൾ വരെ സ്ലൈഡ് ചെയ്യാതെ നിൽക്കും, ആ ആംഗിളിൻ്റെ ഡെറിവേഷൻ ഓർമ്മ 10 hours എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്റർ പഠിക്കേണ്ടത്. ഓക്കെ, അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ 7-8 മാർക്കൊക്കെ അവർ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ നെക്സ്റ്റ് വർക്ക് എനർജി പവറിലേക്ക് വരികയാണെങ്കിൽ വർക്ക് എനർജി പവർ 6 മാർക്കൊക്കെ വരുള്ളൂ, അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഇല്ല. എന്താണ് വർക്കിൻ്റെ ഡെഫിനേഷൻ, കൈനറ്റിക് എനർജി ഇക്വേഷൻ, പിന്നെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. സാധനം താഴേക്ക് വീഴുകയാണെങ്കിൽ മെക്കാനിക്കൽ എനർജി കൺസേർവ് ആയിരിക്കും, പ്രൂവ് ചെയ്യാൻ പറയും, ആ പരീക്ഷ ചോദിക്കും. പിന്നെ വർക്ക് എനർജി തിയറത്തിൻ്റെ പ്രൂഫ്, സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും അതും പഠിക്കണം. പിന്നെ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഡെറിവേഷൻ, അതങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ഒന്ന് പഠിച്ച് വെച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ലാസ്റ്റ് ഭാഗം നമ്മുടെ കൊളീഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ പവർ ഉണ്ട്, പവറിൻ്റെ 2 ഫോർമുല, വർക്ക് ബൈ ടൈമും പിന്നെ ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി, 2 ഓർത്ത് വെച്ചോ. ആ ഫോഴ്സ് ഡോട്ട് വെലോസിറ്റി വെച്ചൊരു ന്യൂമറിക്കൽ വയ്ക്കാൻ ചാൻസ് ഉണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോളാം. പിന്നെ ലാസ്റ്റ് ഭാഗം കൊളീഷൻസ് ആണ്. അതിൽ എലാസ്റ്റിക് കൊളീഷൻ ഡെറിവേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതൊന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ നമ്മുടെ പെർഫെക്റ്റ്ലി ഇൻലാസ്റ്റിക് കൊളീഷൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്, അത് വല്ലപ്പോഴും ചോദിക്കാറുള്ളൂ, വേണം പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, പക്ഷേ ഇത്രയും മിനിമം ഞാൻ നേരത്തെ പറഞ്ഞുതരാം, കൊളീഷൻ്റെ ആ എലാസ്റ്റിക് കൊളീഷൻ വരെയുള്ള കാര്യങ്ങൾ എന്തായാലും പഠിക്കണം. അത് വെച്ചിട്ടാണ് ഈ പറഞ്ഞ 6 മാർക്ക് വരും. പിന്നെ വർക്കിൻ്റെ ന്യൂമറിക്കലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഫോഴ്സ് വരും, ഡിസ്പ്ലേസ്മെൻറ്റ് വരും, കണ്ടുപിടിക്കാമെന്ന് പറയും.
റൊട്ടേഷനിൽ വരികയാണെങ്കിൽ 5 മാർക്കിനൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം വലിയ ചാപ്റ്റർ ആണെങ്കിലും പണ്ട് വലിയ ചാപ്റ്റർ ആയിരുന്നു, ഇപ്പോൾ വലിയ ചാപ്റ്റർ ഒന്നല്ല, ഇപ്പോൾ ചെറിയ ചാപ്റ്ററാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എന്താണ്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, പിന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ 4 ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ് അതൊക്കെ ചോദിക്കാം. പിന്നെ അവിടുത്തെ SI യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ ചോദിക്കും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്നുള്ളതൊക്കെ ചോദിക്കാം. പിന്നെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററിൽ ടോർക്കിൻ്റെ നമ്മുടെ ഡെറിവേഷനാണ്. ടോർക്ക് ഈസ് ഈക്വൽ DL/dt ഡെറിവേഷനാണ്. ഇതെന്തായാലും ചോദിക്കും കേട്ടോ. 2-3 മാർക്കിന് എന്തായാലും ചോദിക്കും. കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റ് ആ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ, കൈ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പിടിച്ചാൽ വെലോസിറ്റി കൂടും, ഇങ്ങനെ പിടിച്ചാൽ വെലോസിറ്റി കുറയും, ആംഗുലർ വെലോസിറ്റി കുറയും. അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളാം. അതിൽ നിന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൂടാതെ ടോർക്ക് ബേസ്ഡ് ആയിട്ട് ഒരു ചോദ്യം എന്തായാലും വരും, ന്യൂമറിക്കൽ. ടോർക്കിന്റെ ഫോർമുല ചോദിച്ചു, ടോർക്ക് ഇസ് ഈക്വൽ ഏതൊക്കെ ഫോർമുല അറിയാം, R പെർപെൻഡിക്കുലർ F, ടോർക്ക് ഇസ് ഈക്വൽ I ആൽഫ. ഇത് ബേസ്ഡ് ആയിട്ട് ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതുകൂടാതെ ടോർക്കിന്റെ മറ്റേ വെക്ടർ ഫോം R ക്രോസ് F ഉപയോഗിച്ചിട്ട് മറ്റേ R വെക്ടർ ഫോമിൽ വരും, F വെക്ടർ ഫോമിൽ വരും. കാൽക്കുലേറ്റ് ടോർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, 10 hours പഠിപ്പിക്കുന്നുണ്ട്, പോയി കാണാം. അപ്പോൾ അത് വെച്ചിട്ട് ന്യൂമറിക്കലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ, വേറെ വരാൻ ചാൻസ് ഒന്നും കാണുന്നില്ല. നെക്സ്റ്റ് ഗ്രാവിറ്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഈ 2 മാർക്ക് എന്തോ ഗ്ലിച്ച് പോലെയാണ് കേട്ടോ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഒരു 5-6 മാർക്കിന് മിനിമം കാര്യമുള്ള ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. ഏതെങ്കിലും ഒന്ന് പരീക്ഷയിൽ എന്തെങ്കിലും ചോദിക്കും. പിന്നെ ഉള്ളത് എസ്കേപ്പ് സ്പീഡ്, ഓർബിറ്റൽ സ്പീഡ്, ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ പഠിക്കണം, ഇതിൻ്റെ ഡെറിവേഷനും പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പോൾസിൽ എവിടെയാണ് ജി കൂടുതൽ കുറവ്, അപ്പോൾ ജി എന്താണ് നമ്മുടെ പോൾസിൽ എന്താണ് ഭയങ്കര കൂടുതലായിരിക്കും, ഇക്വേറ്ററിൽ ഭയങ്കര കുറവായിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പാർട്ട് കെപ്ലസ് ലോ 3 പഠിച്ചു വെക്കുക, സ്റ്റേറ്റ്മെന്റ് പരീക്ഷ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, 5-6 മാർക്ക് എന്തായാലും വരും. പിന്നെ സോളിഡ്സിൽ പോവുകയാണെങ്കിൽ സോളിഡ്സ് ഇത്രയും മാർക്കൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട കേട്ടോ, നിങ്ങൾ 5 മാർക്കൊക്കെ എക്സ്പെക്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, 4 to 5 മാർക്സ് എക്സ്പെക്ട് ചെയ്താൽ മതി. കൂടുതൽ വരാണ് നല്ല കാര്യം, കാരണം എന്താണ്, ഭയങ്കര സിമ്പിൾ ചാപ്റ്ററാണ്. സോളിഡ്സിൽ പഠിക്കേണ്ടത് എന്താണ്, ഫസ്റ്റ് നമ്മുടെ കുറേ സ്ട്രെസ്സും സ്ട്രെയിനും ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഓരോന്നും മോഡൽസ് ആണ്. യങ്സ് മോഡൽസ്, ബൾക്ക് മോഡൽസ്, ഷിയർ മോഡൽസ്, അതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ പഠിക്കുക. യങ്സ് മോഡൽസ് എന്നായിരിക്കും ന്യൂമറിക്കൽ ചോദിക്കാൻ ചാൻസ്, ചിലപ്പോൾ ബൾക്ക് മോഡൽസ് ഒന്നും ചോദിക്കാം. ഓക്കെ, പക്ഷേ ന്യൂമറിക്കൽസ് എന്തായാലും ഒരെണ്ണമെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് വെയിറ്റേജ് കൂടുകയാണെങ്കിൽ. കുറവാണെങ്കിൽ ന്യൂമറിക്കൽസ് വരാൻ ചാൻസും ഇല്ല. പക്ഷെ പഠിച്ച് കിട്ടാൻ ഹൗസിൽ എല്ലാം എടുത്തിട്ടുണ്ട്, കുറേ ന്യൂമറിക്കൽസ് ആ ലൈവിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ് നമ്മുടെ ഹുക്സ് ലോ ചോദിക്കും, അതിൻ്റെ ഗ്രാഫ് ചോദിക്കും. ഗ്രാഫ് എന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, ഏതാണ് ABCD എന്ന് പറഞ്ഞിട്ട് ഓരോരോ പോയിന്റ്സ് ഏതാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ എലാസ്റ്റോമേഴ്സ് എന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, എന്താണ് എലാസ്റ്റോമേഴ്സ് എന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡക്ടൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും, ബ്രിട്ടിൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെയായിരിക്കും, അതിൻ്റെ ആ ഗ്രാഫ് പഠിച്ചവർക്കറിയാം, അല്ലെങ്കിൽ പോയി പഠിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ വരാൻ ചാൻസ്. പിന്നെ ആ ലാസ്റ്റ് I-ബീമിൻ്റെ ഒരു സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് പഠിച്ചേക്കാം. അപ്പം മാർക്ക് കൂടുതലാണ് വരുമെങ്കിൽ ന്യൂമറിക്കൽ ഉണ്ടാവും, മാർക്ക് കുറവാണെങ്കിൽ ന്യൂമറിക്കൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ നമ്മുടെ ഫ്ലൂയിഡ്സ് ആണ്. ഫ്ലൂയിഡ്സ് വലിയ ചാപ്റ്ററാണ്, മിനിമം 8 മാർക്ക് എന്തായാലും വരും. കൂടുതലും ഡെറിവേഷൻ ആയിരിക്കും ചാപ്റ്റർ വരിക കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചിരിക്കുന്ന ഡെറിവേഷൻ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, ബെർണൂളിസ് പ്രിൻസിപ്പിൾ, ടെർമിനൽ വെലോസിറ്റി, മറ്റേ കാപ്പിലറി റൈസിൻ്റെ ഈ ഡെറിവേഷൻസ് എന്തായാലും പഠിക്കണം. പിന്നെ അതുകൂടാതെ വേറെയും കുറേ ഡെറിവേഷൻസ് ചാപ്റ്ററിൽ ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ള ഡിപ്പെൻഡ് ചെയ്യും. മാത്രമല്ല പരീക്ഷ ടഫ് ആയെന്നുള്ള കാര്യം ഡിപ്പെൻഡ് ചെയ്യും. പരീക്ഷ ടഫായിട്ട് വരികയാണെങ്കിൽ ആ റെയർ ആയുള്ള ഡെറിവേഷൻസും ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഡെറിവേഷൻസ് എല്ലാം പഠിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഫ്ലൂയിഡ്സിന് പഠിക്കണമെങ്കിൽ ഓൾ ഡെറിവേഷൻ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഓൾ ഡെറിവേഷൻസ് എക്സാമിനർ +1 അടിക്കുക. അപ്പോൾ എല്ലാം അതിലുണ്ട്, അതിൽ ഫ്ലൂയിഡ്സിന് പോയി പഠിക്കുക. അപ്പോൾ അതിൽ വെഞ്ചോറിമീറ്റർ ഉണ്ടാവും, ടോറിച്ചലീസ് ലോ ഉണ്ടാവും. അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. സോപ്പ് ബബിളിൻ്റെയും ലിക്വിഡ് ഡ്രോപ്പിൻ്റെയും ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊന്നും അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ടഫായിട്ട് വരികയാണെങ്കിൽ ആക്കി ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റേജും കൂടാൻ ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെന്താണ് ആംഗിൾ ഓഫ് കോൺടാക്റ്റിൻ്റെ ഡെഫിനിഷൻ, കാപ്പിലാരിറ്റിയുടെ ഡെഫിനിഷൻ, സർഫസ് ടെൻഷൻ്റെ ഡെഫിനിഷൻ, അങ്ങനെ കുറേ ഡെഫിനിഷൻസ് ചാപ്റ്റർ പഠിക്കാനുണ്ട്. ന്യൂമറിക്കൽ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ന്യൂമറിക്കൽ ചോദിക്കാം, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും വർക്കിംഗും ചോദിക്കാം. അതൊക്കെ നമുക്ക് പഠിച്ചു വെക്കാം. ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. കുറച്ച് അധികം കാര്യങ്ങളുണ്ട്, എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല, പറഞ്ഞ സമയം കുറേ പോകും, അതുകൊണ്ടാണ് കേട്ടോ. അതാണ്. അപ്പോൾ ഒന്ന് നോക്കേണ്ട ചാപ്റ്ററാണ്. വെയിറ്റേജ് കുറവാണെങ്കിലും നോക്കേണ്ട ചാപ്റ്ററാണ്. വെയിറ്റേജ് കുറവൊന്നുമല്ല, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ഇല്ല എന്നുള്ളൂ. ഓക്കെ, തെർമൽ പ്രോപ്പർട്ടീസ് കുറേ പഠിക്കാൻ മാത്രമൊന്നും ഇല്ല, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. എന്താണ് നമ്മുടെ എക്സ്പാൻഷൻ, ആൽഫ ബീറ്റ ഗാമ തമ്മിലുള്ള റിലേഷൻ അതൊന്ന് പഠിച്ചു വെക്കുക. അവിടെ നിന്ന് ചിലപ്പോൾ ഒരു ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സ്പെസിഫിക് ഹീറ്റ് എന്നോ അല്ലെങ്കിൽ ലേറ്റൻ ഹീറ്റ് എന്നോ ഒരു ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറേ ഇങ്ങനെ അതിൻ്റെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ഉണ്ട്. 10 hours ലൈവിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കൂടുതലായതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അനോമിനസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ അവിടെ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവസാനത്തെ ഭാഗം ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ കണ്ടക്ഷൻ, റേഡിയേഷൻ, കൺവെക്ഷൻ, അവർ തമ്മിലുള്ള ഡിഫറൻസ് അതൊന്ന് നോക്കി വെച്ചാൽ അവിടെ നിന്ന് ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത്രയ്ക്ക് ഇവിടുന്ന് വരുള്ളൂ, വേറെ ഒന്നും വരാനില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ തെർമോഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ 3 to 5 മാർക്സും ഭയങ്കര ഹൈ വെയിറ്റേജ് ഒന്നുമല്ല. പക്ഷേ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് വരാൻ ചാൻസ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്, അതിന് ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഐസോ തെർമൽ എക്സ്പാൻഷൻ്റെയും അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെയും വർക്ക്, അതിൽ കൂടുതൽ
ഐസോതെർമലിന്റെ വർക്കിന്റെ ഡെറിവേഷൻ ആണ് വരാൻ ചാൻസ്. അഡിയബാറ്റിക് ടഫ് ആയിട്ട് വരാണെങ്കിൽ എക്സാം ടഫ് ആയിട്ടാണെങ്കിൽ അഡിയബാറ്റിക്. പിന്നെ CP - CV = 6 അതിന്റെ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മിസ്സാക്കണ്ട. പിന്നെ ചാപ്റ്ററിന്റെ അവസാനത്തിൽ കാർനോട്ട് സൈക്കിൾ ഒന്നെങ്കിൽ അത് ചോദിക്കും, അല്ലെങ്കിൽ എഫിഷ്യൻസി ബേസ്ഡ് ആയിട്ട് ന്യൂമറിക്കൽ ചോദിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, റെഡി. നെക്സ്റ്റ് കൈനറ്റിക് തിയറിയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ചെറിയ ചാപ്റ്റർ ആണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. പ്രഷറിന്റെ ഡെറിവേഷൻ പഠിക്കുക, പ്രഷർ = 1/3 NmV² ഡെറിവേഷൻ പഠിക്കുക. കൈനറ്റിക് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഡെറിവേഷൻ, അതാണ് കൂടുതൽ ചാൻസ്. എൻ്റെ പ്രഡിക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 2 മാർക്കിന് മിനിമം ആ ഡെറിവേഷൻ ആയിരിക്കും വരാൻ ചാൻസ്. പിന്നെ അത് ബേസിലുള്ള ന്യൂമറിക്കൽസ് വരും. അതിൽ VRMSന്റെ ഫോർമുല പഠിച്ചു വെക്കുക, VRMS ഫോർമുല വെച്ചുള്ള ന്യൂമറിക്കൽ വരാൻ ചാൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളാണ് എന്തായാലും വരിക. പിന്നെ അവസാനത്തിൽ ഡയറ്റോമിക് മോണോറ്റോമിക്കിന് ഡെറിവേഷൻ ഉണ്ട്, വല്ലപ്പോഴും എന്നോ ചോദിച്ചിട്ടുണ്ട്, പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക, ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ഓസിലേഷൻസിൽ പോകണ SHMന്റെ ഡെഫിനേഷൻ പഠിച്ചു വെക്കുക. പിന്നെ അതിൻ്റെ ഇക്വേഷൻസ്, വെലോസിറ്റി ഇക്വേഷൻ, ആക്സലറേഷൻ ഇക്വേഷൻ, വെലോസിറ്റിയുടെ മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ, ആക്സലറേഷൻ്റെ മാക്സിമം ആക്സലറേഷൻ ഇക്വേഷൻ, ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ SHMന്റെ മറ്റേ നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ്, സ്പ്രിംഗ് ബ്ലോക്ക് സിസ്റ്റത്തിൻ്റെ ടൈം പീരീഡ്, അതിൻ്റെ ഡെറിവേഷൻ പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ഭാഗം നമ്മുടെ സർക്കുലർ മോഷനും SHM തമ്മിലുള്ള ബന്ധം, ആ ഒരു ബന്ധം നിങ്ങളോട് ചിലപ്പോൾ ഡെറൈവ് ചെയ്യാൻ പറയും. പിന്നെ നമ്മുടെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജിൻ്റെ ഒക്കെ ഡെറിവേഷൻ, അത് ഇപ്രാവശ്യം മോഡലൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടാതെ അതിൻ്റെ ഫോർമുല ബേസിൽ ന്യൂമറിക്കൽ, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ലാസ്റ്റ് വേവ്സിൽ വരികയാണ്. വേവിൻ്റെ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് എന്താണ് ആംപ്ലിറ്റ്യൂഡ്, എന്താണ് വേവ് ലെങ്ത്, എന്താണ് വേവ് നമ്പർ, എന്താണ് ടൈം പീരീഡ്, എന്താണ് ഒമേഗ എന്നുള്ള ആ ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സ്പീഡിൻ്റെ ഫോർമുല വെച്ച്, സ്പീഡ് = √T/μ എന്ന് പറഞ്ഞ ഫോർമുല വെച്ചിട്ട് ഒരു ന്യൂമറിക്കൽ വരാൻ വളരെയധികം ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗത്തേക്കുള്ള സ്ട്രെസ്ഡ് സ്ട്രിങ്ങിലെ സ്റ്റാൻഡിങ് വേവ്സ് ഉണ്ടാകുന്നതിൻ്റെ ഫ്രീക്വൻസി, ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡിൻ്റെ ഒക്കെ 1:3:5 ആണ്. ക്ലോസ്ഡ് പൈപ്പിൻ്റെ, ഓപ്പൺ പൈപ്പിൻ്റെ ആ ഡെറിവേഷൻ, അവിടെ നിന്ന് ഒരു ഡെറിവേഷൻ എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ചാൻസുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്ര ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇതൊക്കെ ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ പഠിച്ചില്ല എന്നുള്ള ആലോചിച്ചിട്ട് ഓടിപ്പോയിട്ട് അതൊക്കെ പഠിക്കാൻ വേണ്ടി നോക്കുക. വേവ്സ് എന്താണ് 5 to 4 നിങ്ങൾ കാണുന്നുണ്ടാവില്ല, 5 to 4 വരുള്ളൂ. അപ്പോൾ അവസാനത്തെ സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഇവിടുന്ന് താഴേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേ മാർക്ക് അവിടുന്ന് വരില്ല, കാരണം കുറേ ഇവിടെ പഠിക്കാനില്ല. പക്ഷേ ഇവിടെ എന്താണ് കൂടുതൽ പഠിക്കാനുണ്ട്. മോഷൻ പ്ലെയിൽ കുറേ പഠിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും എന്താണ് ഇത് പഠിക്കണ്ട എന്നൊന്നും വിചാരിക്കണ്ട, കുറച്ചേ പഠിക്കാനുള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാത്തുണ്ടെങ്കിൽ പോയി പഠിക്കുക. 10 hours എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കാണാം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. അടിച്ചു പൊളിച്ച് നമ്മൾ പരീക്ഷ എഴുതും കേട്ടോ. പിന്നെ മറക്കണ്ട, നാളത്തെ 3 മണിക്കത്തെ ലൈവ്, ഫ്രൈഡേ. നാളെ കാണുന്നെങ്കിൽ നാളെയാണ് കാണുന്നെങ്കിൽ നാളെ ഓൾറെഡി ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രൈഡേ 3 മണിക്ക് ഞാൻ വരുന്നതായിരിക്കും. കംപ്ലീറ്റ് ന്യൂമറിക്കൽസും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും അതിലുണ്ടായിരിക്കണം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.